ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणा ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेशा गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീമദ് ഭാഗവതം സ്കന്ധം 6 അധ്യായം 1 അജാമിളൻ്റെ ആ ഒരു ലീല കഥയാണ് നമ്മൾ പഠിക്കുന്നത്. അതിലെ ഒരുപാട് പ്രധാനപ്പെട്ട പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു ശ്രീല പ്രഭുപാദി അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഭാവാർത്ഥത്തിലൂടെ. ഓക്കെ, നമുക്ക് ശ്ലോകം നോക്കാം. 28 മുതലാണ് നമ്മളൊന്ന് നോക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി സ്റ്റോറി എല്ലാവർക്കും അറിയാം, നമ്മൾ അവിടേക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ അജാമിളൻ്റെ ആ ഒരു അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ മകന് നാരായണൻ എന്ന പേര് അദ്ദേഹം ഇടുന്നു. അതിനുശേഷം അദ്ദേഹം മരിക്കാനുള്ള സമയമായി. ആ സമയത്ത് അദ്ദേഹം പൂർണ്ണമായിട്ടും നാരായണനെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഏത് നാരായണനെയാണ്? മകൻ നാരായണനെ. അതുകൊണ്ട് അദ്ദേഹം പലപ്പോഴും, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും മകൻ്റെ കൂടെ ഇരിക്കാനും എപ്പോഴും നാരായണ നാരായണ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. നാരായണ നീ ഭക്ഷണം കഴിച്ചോ, നാരായണ നീ എന്ത് ചെയ്യുവാണ്, നാരായണ എൻ്റെ അടുത്ത് വന്നിരിക്കെ എന്ന് പറഞ്ഞ് എപ്പോഴും മകനെ വിളിക്കും. അപ്പോൾ പൂർണ്ണമായിട്ടും അദ്ദേഹം മകനെക്കുറിച്ചുള്ള ചിന്തകളിലാണ് സദാസമയവും. അപ്പോൾ മരണസമയമായി ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ അദ്ദേഹം മരിക്കാനുള്ള ആ മുഹൂർത്തം വന്നു. ആ മുഹൂർത്തത്തിൽ അദ്ദേഹം കാണുന്ന കാഴ്ച എന്താണെന്നാണ് ഇനി നമ്മളിവിടെ വായിക്കാൻ പോകുന്നത്. വളരെ മനോഹരമായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ ഇതെല്ലാം പറയുന്നുണ്ട്. ആ ജാമിളനെ പോലെ പാപങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിക്ക് അവസാന സമയം ഇങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതായത് എങ്ങനെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിനി കാണുന്നത്. നമ്മൾ വിചാരിക്കും പാപങ്ങളൊക്കെ ചെയ്തു ആരുമില്ലേ കാണാൻ,
ആരുമില്ല ചോദിക്കാൻ. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിന് ഉത്തരം നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഉത്തരം എപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങളുടെ ആ ഒരു കാഠിന്യം നമ്മളെപ്പോൾ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് നമുക്കറിയാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു സമയങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പല വ്യക്തികളെയും കാണും. അതായത് ഇതുവരെ കാണാത്ത, പേടിയാവുന്ന, വല്ലാതെ പേടിക്കുന്ന, കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിലെ മലവും മൂത്രവും ഒക്കെ തനിയെ പോകുന്ന, അത്രയും പേടിക്കുന്ന രൂപങ്ങൾ ഉള്ള പല വ്യക്തിത്വങ്ങളെയും നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ അവരാരൊക്കെയാണ്? വേറെ ആരുമല്ല, യമദൂതന്മാരാണ്. അപ്പോൾ പാപം ചെയ്തിട്ടുള്ള ഒരാളെ കൊണ്ടുപോകാൻ വരുന്നത് വൈകുണ്ഠത്തിൽ നിന്നുള്ള വിമാനമല്ല വരുന്നത് യമദൂതന്മാരെ യമരാജൻ വിടുന്നു. അവരാണ് വന്ന് നമ്മളെ കൊണ്ടുപോകാൻ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു കഥയും ഈ സ്റ്റോറിയും ഒക്കെ നമ്മൾ കേൾക്കാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, കേൾക്കാൻ നല്ല രസമാണ്. പക്ഷെ നമ്മൾ ഇതെല്ലാം ഓർക്കണം. പാപങ്ങളുടെ ആ ഒരു ശക്തി, പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വരാൻ പോകുന്ന കർമ്മത്തെക്കുറിച്ച്. ഒരുപക്ഷെ ഭക്തിയിൽ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള പാപങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷേ എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഇതിനേക്കാൾ മോശമായിട്ടുള്ള സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും കഴിഞ്ഞ ജന്മങ്ങളിൽ. നമുക്കറിയില്ല, തീർച്ചയായിട്ടും നമുക്കറിയില്ല. നമ്മൾ ഇതിനേക്കാൾ വലിയ ആയിരുന്നുണ്ടാവും പിന്നെ ഏതെങ്കിലും ജന്മങ്ങളിൽ ഉറപ്പായിട്ടും. നമ്മളാരും ഇവിടെ ഇരിക്കുന്ന ആരും എന്താ പറയുക, ഹരിശ്ചന്ദ്രന്മാരല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേനെ. നമ്മൾ ചെയ്യാത്ത പാപങ്ങളില്ല, നമ്മൾ തെറ്റിക്കാത്ത യമനിയമങ്ങളില്ല. തീർച്ചയായിട്ടും പറയുന്നത് ഈ ജന്മത്തിലേ അല്ല, ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളെല്ലാവരും ഭൗതിക ലോകത്തിലുണ്ടല്ലോ. ഇപ്പോൾ തീർച്ചയായിട്ടും പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും നിയമങ്ങളും എല്ലാം തന്നെ 100% തെറ്റിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാനുള്ളൊരു സ്കോപ്പും ഇല്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഞാൻ വലിയ ആളാണ്, ക്ലീനാണ്, മറ്റുള്ളവർ നമ്മളെക്കാൾ മോശമാണ്. നമ്മളെന്താണ് വിചാരിക്കുന്നത്? മറ്റുള്ളവർ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ജന്മത്തിൽ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മളും ഇതുപോലെ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ നമ്മൾ മോശമാക്കി പറയുമ്പോൾ, നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോഴോ അവരങ്ങനെയാണ്, അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ ഇതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും ഒരുപക്ഷെ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമ്മളാരും ഇത്രയും കാലം ഇവിടെ ഭൗതിക ലോകത്തിൽ ഇരിക്കില്ല. നമ്മളെല്ലാവരും വൈകുണ്ഠവാസികളാണെങ്കിൽ, അതായത് ആ ഒരു ക്വാളിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്നേ പോയേനെ തിരിച്ച് വൈകുണ്ഠത്തിലേക്കോ ഗോലോക വൃന്ദാവനത്തിലേക്കോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഓർമ്മ വരേണ്ട കാര്യമാണത്. നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ കമ്പാരിസൺ ചെയ്യുമോ, ഞാൻ ഇതിനേക്കാൾ ഭേദമാണോ, അല്ലെങ്കിൽ ഞാൻ മെച്ചപ്പെട്ട ഒരാളാണ്, ഞാൻ എന്തായാലും ഇങ്ങനെയല്ല. ഓക്കെ, നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നത് ശരിയല്ല. നേരെ മറിച്ച് നമുക്ക് നമ്മുടെ ഭക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള ആളുകളുമായിട്ട് സമ്പർക്കം വേണമെന്നുള്ളതല്ല പറയുന്നത്. അങ്ങനെയുള്ള സംഘങ്ങളിൽ കൂടരുത്. തീർച്ചയായിട്ടും അവിടെ നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, കാര്യം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മൾ ഓർക്കണം, മോശമായിട്ട് പലവരെയും ചിത്രീകരിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മുടെ വാക്ക്, നമ്മുടെ നാവിൽ നിന്ന് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പലവരെക്കുറിച്ചൊക്കെ പറയും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓർമ്മ വരണം. നമ്മൾ അങ്ങനെ നല്ല ആളുകളൊന്നും ആയിരുന്നിട്ടുണ്ടാവില്ല. ഇപ്പോൾ എങ്ങനെയൊക്കെയോ ഭഗവാന്റെ കാരുണ്യം കൊണ്ടും അതേപോലെ തന്നെ ശീലപ്രഭുപാദിൻ്റെയും മറ്റുള്ള ഗുരുജനങ്ങളുടെയും മഹാകാരുണ്യം, അവരുടെ അഹൈത്തുകമായിട്ടുള്ള കാരുണ്യം കാരണം എങ്ങനെയൊക്കെയോ നമ്മൾ ഭക്തിയുടെ പാതയിലേക്ക് എത്തിയിട്ടുണ്ട്. ഭക്തിയുടെ പാതയിലേക്ക് എത്തിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നേനെ? അല്ലെങ്കിൽ എത്തുന്നേക്കാൾ മുമ്പ്, ഇതിനു മുമ്പുള്ള ജന്മങ്ങളിലെ അവസ്ഥ എന്തായിരുന്നേ? ഒന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ വളരെയധികം, അതായത് ഇതെല്ലാം എന്തിന് ഓർക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വിനയം അത്യാവശ്യമാണ്. ഒരിക്കലും അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. ശീലപ്രഭുപാദി
ഈ ഒരു സന്ദർഭത്തിൽ, അതായത് ഇനി ഒരു ഭാവാർത്ഥ ശിലപ്രഭുജി പറയുന്നുണ്ട്, അജാമിളൻ ചെയ്യുന്ന ഓരോ തെറ്റുകളും അദ്ദേഹം ഓർത്ത് വിലപിക്കുമായിരുന്നു എന്നുള്ളത്. പിന്നീട് ഇനി സംഭവിക്കാൻ പോകുന്നതാണ് അതൊക്കെ. അങ്ങനെ നമ്മൾ ഓർത്ത് നമ്മൾ റിപ്പൻറ്റ് ചെയ്യുമ്പോൾ, റിപ്പൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പശ്ചാത്തപിക്കുമ്പോൾ, ഓഹോ ഞാനിതെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ, എൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും തെറ്റുകൾ പറ്റിയിട്ടുണ്ടല്ലോ, ഭഗവാൻ ഇത്രയും കാരുണ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഭഗവാൻ ശരിയാക്കി ഇത്രയുമൊക്കെ ആക്കി തരുന്നത്, ഇല്ലെങ്കിൽ എനിക്ക് ഇതിനുള്ള ഒരു യോഗ്യതയില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് വരുന്നത് പശ്ചാത്തപിക്കുമ്പോൾ. ആ സ്ഥലത്ത് ശിലപ്രഭുപാദ എടുത്ത് പറയുന്നുണ്ട്, ഈ പശ്ചാത്താപം ആക്ച്വലി ഭഗവാനെ നമ്മളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത്. കാര്യം എന്താണ്? നമ്മുടെ ആ വിനയം, നമ്മൾ ഒന്നുമല്ല എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരുമ്പോഴാണ് വിനയം വരുന്നത്, അല്ലേ? അപ്പോഴാണ് ഭഗവാനെ അട്രാക്റ്റ് ആവുന്നത് നമ്മൾ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഐ ആം ബെറ്റർ, ഐ ആം ബെസ്റ്റ്, ഐ ആം ദ ബെസ്റ്റ് എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവുമ്പോൾ, ഓക്കെ നീ ഇവിടെ തന്നെ ഇരുന്നോ എന്ന് പറയും ഭഗവാൻ. സോ ഓക്കെ, നമുക്ക് നോക്കാം ഈ ശ്ലോകം 28-29. സാ പാശഹസ്താം ത്രിൻ ദൃഷ്ട്വാ പുരുഷാൻ അതിദാരുണാൻ വക്രതുണ്ടാൻ ഊർധ്വരോംന ആത്മാനം നേതുമാകതാൻ ദൂരെ ക്രീഡാനകാസക്തം പുത്രം നാരായണാഹ്വയം പ്ലാവിതേന സ്വരേണോച്ചേർ അജുഹാവാകുലേന്ദ്രിയഃ. യെസ്, വായിച്ചോളൂ, ആർക്കെങ്കിലും വായിക്കണമെന്നുണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സാ പാശഹസ്താം സ്ത്രീം ദൃഷ്ട്വാ പുരുഷാനതിദാരുണാൻ വക്രതുണ്ടാനുദ്ധരോംന ആത്മാനാം നേതുമാഗതാൻ ദൂരെ ക്രീഡാനകാസക്തം പുത്രം നാരായണാഹ്വയം പ്ലാവിതേന സ്വരേണ ചൈരാജുഹാവാകുലേന്ദ്രിയാഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സപാശഹസ്താം സ്ത്രീം ദൃഷ്ട്വാ പുരുഷാൻ വൃഷദാരുണാൻ വക്രതുണ്ടാനുദോർധോംന ആത്മാനം നേതുമാഗതാൻ ദൂരെ ക്രീഡനകാസക്തം പുത്രം നാരായണാഹ്വയം പ്ലാവിതേന സ്വരേണോച്ചൈരാജുഹാവാകുലേന്ദ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. സപാശഹസ്താം സ്ത്രീം ദൃഷ്ട്വാ പുരുഷാനതിദാരുണാൻ വക്രതുണ്ടാനൂർധ്വരോംന ആത്മാനം നേതുമാഗതാൻ ദൂരെ ക്രീഡനകാസക്തം പുത്രം നാരായണാഹ്വയം പ്ലാവിതേന സ്വരേണോച്ചൈരാജുഹാവാകുലേന്ദ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവ. സപാശഹസ്താം സ്ത്രീം ദൃഷ്ട്വാ പുരുഷാൻ വൃഷദാരുണാൻ വക്രതുണ്ടാനൂർധരോംന ആത്മാനം നേതുമാഗതാൻ ദൂരെ ക്രീഡനകാസക്തം പുത്രം നാരായണാഹ്വയം പ്ലാവിതേന സ്വരേണോച്ചൈരാജുഹാവാകുലേന്ദ്രിയഃ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സപാശഹസ്താം സ്ത്രീം ദൃഷ്ട്വാ പുരുഷാനതിദാരുണാൻ വക്രതുണ്ടാൻ ഊർധ്വരോംന ആത്മാനാം നേതുമാഗതാൻ ദൂരെ ക്രീഡനകാസക്തം പുത്രം നാരായണാഹ്വയം പ്ലാവിതേന സ്വരേണോച്ചൈ ആജുഹാവാകുലേന്ദ്രിയഃ. ഹരേ കൃഷ്ണ. ആരെങ്കിലും വേറെ വായിക്കാനുണ്ടോ? ഓക്കെ, വിവർത്തനം വായിച്ചോളൂ, ഭാവാർത്ഥം. യെസ്, ആരെങ്കിലും ഒരാൾ വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കട്ടെ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അജാമിളൻ അപ്പോൾ വിലക്ഷണരും വികൃതരും വക്രിച്ച മുഖങ്ങളോടു കൂടിയവരും ശരീരമാസകലം ഉദ്ധരിച്ച രോമങ്ങളുള്ളവരുമായ 3 ഘോരരൂപികളായ വ്യക്തികളെ കണ്ടു. അവനെ യമരാജന്റെ ലോകത്തിലേക്കു കെട്ടിവരിഞ്ഞു കൊണ്ടുപോകാൻ കൈകളിൽ കയറുകളുമായി വന്നവരായിരുന്നു അവർ. അവരെ കണ്ട് അങ്ങേയറ്റം പരിഭ്രാന്തനായ
അജാമിളൻ വളരെ അകലെയല്ലാതെ കളികളിൽ മുഴുകി നിന്നിരുന്ന സ്വന്തം പുത്രൻ നാരായണനെ പേരെടുത്ത് ഉച്ചത്തിൽ വിളിച്ചു. അപ്രകാരം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവൻ നിറകണ്ണുകളുടെ നാരായണന്റെ നാമം ഉച്ചരിച്ചു. ഭാവാർത്ഥം: പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി അവന്റെ ശരീരവും മനസ്സും വാക്കുകളും കൊണ്ടാണ് അവ ചെയ്യുന്നത്. അതുകൊണ്ട് അജാമിളനെ യമരാജന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ യമരാജന്റെ 3 കിങ്കരന്മാർ വന്നു. ഭാഗ്യത്തിന് അജാമിളൻ സ്വന്തം പുത്രനെയാണ് പരാമർശിച്ചതെങ്കിലും ഹരിനാമത്തിന്റെ 4 സ്വരവ്യഞ്ജനങ്ങളായ നാരായണ എന്ന പദം ഉച്ചരിക്കുകയും അതുമൂലം നാരായണന്റെ ആജ്ഞാനുവർത്തികൾ വിഷ്ണുദൂതന്മാർ വളരെ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷരാവുകയും ചെയ്തു. യമരാജന്റെ പാശങ്ങളെ അങ്ങേയറ്റം ഭയപ്പെട്ടതിനാൽ അജാമിളൻ അശ്രുപൂർണങ്ങളായ നയനങ്ങളോടെയാണ് ഭഗവാന്റെ നാമം ഉച്ചരിച്ചത്. എങ്ങനെ തന്നെയായാലും അവൻ നാരായണന്റെ ദിവ്യനാമമല്ല ഉദ്ദേശിച്ചത്. അവൻ അവന്റെ പുത്രനെ വിളിക്കുകയായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സോ ഇവിടെ കാണുന്ന കാഴ്ച ഒന്ന് ഓർത്തു നോക്കൂ. എന്തായിരിക്കും അവസ്ഥ? അജാമിളൻ എങ്ങനെ മരണക്കിടക്കയിൽ കിടക്കുന്നു. ആ സമയത്ത് 3 യമദൂതന്മാർ നിൽക്കുവാണ്. യമദൂതന്മാർ മുമ്പിൽ വന്നിരിക്കുകയാണ്. അവരുടെ രൂപമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അവരുടെ കയ്യിലൊരു പാശയുണ്ട്. പാശ എന്ന് പറഞ്ഞാൽ കയറുണ്ട്. ഈ കയർ ഉപയോഗിച്ചിട്ടാണ് യമദൂതന്മാർ നമ്മുടെ ആത്മാവിനെ വലിക്കുന്നത്. അവർ ഈ കയറിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിലേക്കല്ല കയറ് വരുന്നത്. നമ്മുടെ കഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കയറ് കൊണ്ട് ഈ കഴുത്തിലിട്ട് കെട്ടിക്കൊണ്ടുപോകുന്ന പോലെ. പക്ഷേ ഈ ശരീരം കൊണ്ടുപോകുന്നില്ലല്ലോ. എന്നാൽ ആത്മാവിനെ അവർ കയറിടുന്നു. അതായത് ഇതിൻ്റെ കൂടെ നമുക്കറിയാം ആത്മാവ് തനിയല്ല. ആത്മാവിൻ്റെ കൂടെ എന്തൊക്കെയാണ് വരുന്നത്? നമ്മുടെ സൂക്ഷ്മ ശരീരം അല്ലേ? അപ്പോൾ സൂക്ഷ്മ ശരീരത്തെയാണ് ഇവിടെ പാശ ഉപയോഗിച്ചിട്ട് യമദൂതന്മാരെ പിടിക്കുന്നത്. അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള പാശ അവരുടെ കയ്യിലുണ്ട്. അവർ ഈ കയറ് പിടിച്ചിട്ടിരിക്കുവാണ്. അങ്ങനെ 3 പേരാണ് വരുന്നത്. അവരുടെ രൂപം എന്ന് പറഞ്ഞാൽ അതിദാരുണാൻ എന്നാണ് പറയുന്നത്. അതായത് അതിദാരുണാൻ എന്ന് പറഞ്ഞാൽ പേടിയാവുന്ന പറയുന്നത്. ചിന്തിക്കാൻ പോലും സാധിക്കില്ല, അത്രമാത്രം പേടിയാവുന്ന ഒരു രൂപം. വക്രതുണ്ടാൻ, അതായത് മുഖമൊക്കെ വല്ലാതെ അലങ്കോലമായിട്ടുള്ളൊരു മുഖം. ഊർധ്വരോംന, ശരീരത്തിലെ രോമകൂപങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു പേടിയാവുന്ന രീതിയിൽ. നല്ല രീതിയിൽ അഷ്ടസ്വാദിക പ്രകാരം വന്നിട്ടുള്ള രോമകൂപങ്ങൾ നിൽക്കുന്ന ഒരു കാര്യമില്ല ഇവിടെ പറയുന്നത്. പേടിയാവുന്ന രീതിയിൽ അങ്ങനെയുള്ള യമദൂതന്മാരെ പാശ ആയിട്ട് വന്ന് നിൽക്കുവാണ് അജാമിളനെ കൊണ്ടുപോകാൻ വേണ്ടി. ഈ ഒരു രൂപങ്ങളെ കണ്ടപ്പോൾ, ഈ 3 യമദൂതന്മാരെ കണ്ടപ്പോൾ അജാമിളന് മനസ്സിലായി കാര്യം എന്താ സംഭവിക്കുന്നതെന്ന്. അദ്ദേഹത്തിന് എന്താണെന്ന് മനസ്സിലായില്ല, ആരാണെന്ന് മനസ്സിലായില്ല, പക്ഷെ പേടിയായി അദ്ദേഹത്തിന്. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം സദാസമയവും മകനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നാരായണ നാരായണ എന്നല്ലേ, കുട്ടിയെ. അപ്പോൾ നോക്കിയപ്പോൾ അടുത്ത് കുറച്ചകലെയായിട്ട് നാരായണൻ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മകൻ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അജാമിളൻ അത് കാണുന്നുണ്ട്. വേറെ ആരും, യമദൂതന്മാർ വരുമ്പോൾ വേറെ ആരും കാണില്ല. അത് വേറെ പ്രത്യേകത. ഈ മരിക്കാൻ പോകുന്ന ആൾ മാത്രമേ കാണുള്ളൂ. കൂടെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാർക്ക് പോലും കാണാൻ സാധിക്കില്ല. ചിലപ്പോൾ മരണസമയത്ത് കൂടെ ആളുകളുണ്ടാവും. നമ്മുടെ വീടുകളിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും. മരിക്കുന്ന സമയത്ത് നല്ല ഭാഗ്യം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മരിക്കുന്നത് നമുക്ക് നേരത്തെ അറിയാൻ സാധിക്കും. അപ്പോൾ വീട്ടിലെ ആളുകളെല്ലാവരും ചുറ്റുമിരുന്നിട്ട് നാമം ജപിക്കുന്നവരോ അല്ലെങ്കിൽ ഭാഗവതം വായിക്കുക, അങ്ങനെ എന്തെങ്കിലും കീർത്തനം ചെയ്യുകയോ അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ യമദൂതന്മാരവിടെ വരില്ല. ഇല്ലാത്ത അവസ്ഥയും നമ്മൾ കാണാറുണ്ട് പലപ്പോഴും. മരിക്കും എന്നറിയാം, പക്ഷേ എന്താണ് ഈ സമയത്ത് ചെയ്യേണ്ടതെന്ന് ആളുകൾക്ക് അറിയില്ല. അപ്പോൾ മരിക്കുന്നത് ചിലപ്പോൾ നേരിട്ട് കാണുന്നുണ്ടാവും ചുറ്റും ഇരിക്കുന്നവർ. പക്ഷേ അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ, ആ നിമിഷത്തിൽ വരുന്ന ആ ചിന്തകളും ആ ബുദ്ധിമുട്ടും വേദനയും ഒന്നും ആർക്കും മനസ്സിലാവില്ല. അതേപോലെ അജാമിളൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കാണുന്നു ഈ 3 വിരൂപരായിട്ടുള്ള യമദൂതന്മാരെ, പേടിയാവുന്ന യമദൂതന്മാരെ. അവരെ കണ്ടപാടെ ഇദ്ദേഹം വിളിക്കുന്നത് അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന മകനെ ഉറക്കെ വിളിക്കുകയാണ്, നാരായണ നാരായണ.
എന്ന് അദ്ദേഹം വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശീലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇവിടെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അജാമിളൻ നാരായണൻ എന്നുള്ളൊരു പേര് മകന് കൊടുത്തു. ആ നാരായണ നാമം എങ്ങനെയൊക്കെയോ ചൊല്ലി അല്ലേ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാൻ നാരായണനെ അല്ല വിളിച്ചത്, എന്നാൽ വിളിക്കുന്നത് മകനെയാണ്. എന്നാലും ഹരിനാമമാണ് ചൊല്ലിയത്. ഇപ്പോൾ നാരായണ നാമത്തിൻ്റെ, ഹരിനാമത്തിൻ്റെ, ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ, ഭഗവാന്റെ തിരുനാമത്തിൻ്റെ മഹാത്മ്യമാണ് ഈയൊരു സ്റ്റോറിയിലൂടെ, കഥയിലൂടെ നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യം. വളരെ പ്രധാനപ്പെട്ട, എപ്പോഴും ഹരിനാമത്തിൻ്റെ മഹാത്മ്യം പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഓർമ്മ വരുന്ന കഥയും ഇത് തന്നെയാണ്. ആരോടെങ്കിലും പറയാൻ പറ്റുന്ന അത്രമാത്രം, അതായത് ശക്തിയുണ്ട് നാമത്തിന് എന്നുള്ളത്. അജാമിളനെ പോലെ പാപിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും, അതും അദ്ദേഹം ഭഗവാനെ വിളിക്കാതെ മകനെ നാരായണ എന്ന് വിളിച്ചിട്ടും വിഷ്ണുദൂതന്മാർ വന്നു എന്നുള്ളത്. അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ തരുന്ന കഥയാണ് ഇത് അല്ലേ. അതായത് എന്നാൽ മനസ്സ് അറിഞ്ഞുകൊണ്ട് ഭഗവാന്റെ നാമം വിളിക്കുകയാണെങ്കിലോ ചൊല്ലുകയാണെങ്കിലോ അപ്പോൾ എത്രമാത്രം അതിന് എഫക്റ്റ് ഉണ്ടാവും. അതാണ് നമ്മളിത് ഈ ഒരു കഥയിൽ നിന്ന് പഠിക്കുന്നത്. അതേ സമയത്ത് ഒരുപാട് വേറെയും കാര്യങ്ങളുണ്ട് ഇതിൽ നിന്ന് പഠിക്കാൻ. ഇവിടെ വിഷ്ണുദൂതന്മാർ വന്നു എന്ന് ശീലപ്രഭുജി പറയുന്നു ഭാവാർത്ഥത്തിൽ. മകനെയാണ് വിളിച്ചത് എന്നുണ്ടെങ്കിലും നാരായണൻ എന്നുള്ള പേര് വിഷ്ണുദൂതന്മാർ കേട്ടു, ഉടനെ അവർ വന്നു. ഇപ്പോൾ നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, ഇദ്ദേഹം വിളിക്കുന്ന നാരായണ എന്ന് വിളിച്ചത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് കേട്ടിട്ടുണ്ടാവും, നാമാപരാധം, നാമാഭാസം, ശുദ്ധനാമം, അങ്ങനെ 3 കാറ്റഗറിയാണ് നാമത്തിന് പറയുന്നത്. ശുദ്ധനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധമായിട്ടുള്ള നാമം, അവിടെ ഒരു അപരാധങ്ങളും ഇല്ലാതെ, വേറെ ഒന്നുമില്ലാതെ ഭക്തി മാത്രം, അതായത് വളരെ സ്നേഹത്തോടുകൂടി, ഭാവത്തോടു കൂടിയിട്ട് ഒരു അതിൽ വേറെ ഒരു അപരാധവും ഇല്ലാത്ത ആ നാമമാണ് ശുദ്ധനാമം എന്ന് പറയുന്നത്. നമ്മളൊന്നും ആ സ്റ്റേജിലേക്ക് ആരും എത്തിയിട്ടില്ല. ശുദ്ധനാമമൊക്കെ ശുദ്ധഭക്തരാണ്, അവർക്കാണ് ചൊല്ലാൻ സാധിക്കുന്നത്. പിന്നെ വരുന്നു നാമാഭാസം, പിന്നെ നാമാപരാധം. നമ്മളൊക്കെ ചൊല്ലുന്നത് നാമാപരാധമായിരിക്കും. കാര്യം നമ്മൾ നാമം ചൊല്ലുന്നു, ഒരുപാട് അപരാധങ്ങൾ ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ. 10 നാമാപരാധങ്ങൾ നമ്മളിന്നും വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പലതും അറിയാതെയും ചിലപ്പോൾ നമ്മളൊരു പക്ഷേ ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിനും എഫക്റ്റ് ഉണ്ട് നാമാപരാധം. പിന്നെ അതേപോലെ നമ്മൾ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നാമാപരാധത്തിൽ എല്ലാം 10 അപരാധങ്ങൾ വായിച്ചതിന് ശേഷം അവസാനം പറയും, ഇറ്റ് ഈസ് ഓൾസോ ഒഫെൻസ് ടു ബി ഇൻഅറ്റൻറ്റീവ് വൈൽ ചാൻറ്റിങ്. 10 അപരാധം വായിച്ചതിന് ശേഷം അതിൽ സൈഡ് നോട്ട്, അതിലൊരു സെൻറ്റൻസ് കൂടെ ഉണ്ട്, എന്ത് അപരാധമാണ്? നമ്മൾ അശ്രദ്ധയോടുകൂടി നാമം ജപിക്കുന്നതും അപരാധമാണ് എന്നുള്ളത്. എല്ലാവരും കേട്ടിട്ടുണ്ടോ? അപ്പോൾ ആദ്യത്തെ 10 നമ്മൾ പാലിച്ചാലും ഇവിടെ അശ്രദ്ധയോടുകൂടി നാമം ജപിക്കുന്ന അപരാധമാണ് എന്നുള്ളത് നമ്മൾ പോയി, അതിൽ നമ്മൾ ഫെയിലായി. അറ്റ്ലീസ്റ്റ് ഞാൻ. കാര്യം എത്രമാത്രം ശ്രദ്ധയോട് കൂടിയിട്ട് നമുക്ക് 16 മാല ജപിക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോ മാലയും അത്ര ശ്രദ്ധയോടുകൂടി നമുക്ക് ചൊല്ലാൻ സാധിക്കുന്നുണ്ട്. എളുപ്പമല്ല അല്ലേ. ഓരോ ദിവസവും പലതരത്തിലായിരിക്കും. ചില ദിവസം വളരെ മോശമായിരിക്കും, ചില ദിവസം നല്ലതായിരിക്കും, ചില ദിവസം മാല കഴിയുന്നതേ അറിയില്ല. കാര്യം നമ്മൾ ചിന്തിക്കുന്നത് വേറെ വല്ലതുമായിരിക്കും. അങ്ങനെ ഓരോ മാല പോകുന്നു, ആ വഴിക്ക് മനസ്സ് വേറെ വഴിക്ക് പോകുന്നു. ഓരോ മുത്ത്, ഓരോ എന്താ പറയുക, ബീഡ്സ് എങ്ങനെ നീങ്ങി പോകുന്നുണ്ട് നമ്മളറിയില്ല. അപ്പോൾ അങ്ങനെ പല രീതിയിൽ, പല തരത്തിൽ, പല ഭാവത്തിൽ നമ്മൾ ഓരോരുത്തരും നാമം ജപിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഅറ്റൻറ്റീവായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ അശ്രദ്ധയോടുകൂടി ജപിക്കുന്നതും ഒരു അപരാധമാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ കാറ്റഗറി. അപ്പോൾ മിക്കവാറും നമ്മളെല്ലാവരും ആദ്യത്തെ കാറ്റഗറി, നാമാപരാധം കാറ്റഗറിയിൽ വരുന്നവരാണ്. നാമാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അപരാധങ്ങളുമില്ല, പക്ഷേ ഈ അപരാധങ്ങൾ ചെയ്യുന്നില്ല. പക്ഷെ അവിടുത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു നിസ്സഹായാവസ്ഥയിൽ ഭഗവാനെ നമ്മൾ വിളിക്കുന്നത്. നിസ്സഹായാവസ്ഥ, അതായത് നമ്മളതിനകത്ത് നമ്മൾ വിളിക്കുന്നുണ്ട് ഭഗവാനെ, ആ പേര് വിളിക്കുന്നു. പക്ഷെ നമ്മളതിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഈ 10 അപരാധങ്ങളിൽ വരുന്ന എന്തെങ്കിലും നമ്മൾ ആ കാര്യങ്ങളൊന്നും നമ്മൾ അതിലൊന്നും പെടാതെ, ഈവൻ വളരെ അറ്റൻഷനോട് കൂടിയിട്ട്, അശ്രദ്ധയോട് കൂടിയിട്ടല്ല, നാരായണ എന്ന് നമ്മൾ വിളിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ എന്ന്
നമ്മൾ ചൊല്ലുന്നുണ്ട്, അത് അശ്രദ്ധയോട് കൂടിയിട്ടില്ല, അതിൻ്റെ അർത്ഥം അറിയില്ല എന്ന് വെക്കുക. അർത്ഥം ഇപ്പോൾ അജാമിളിനും അറിയില്ലായിരുന്നു. അജാമിൾ ഉദ്ദേശിച്ചത് നാരായണനെ അല്ല. എന്നിരുന്നാലും നമ്മുടെ ആചാര്യന്മാർ പറയുന്നു അജാമിളൻ നാമാപരാധം അല്ല, ആ നാരായണ വിളി അദ്ദേഹം യമദൂതന്മാരെ കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്ന നാരായണൻ എന്നുള്ള നാമം നാമാപരാധം കാറ്റഗറിയിലല്ല വരുന്നത്, നാമാഭാസം കാറ്റഗറിയിലാണ് വരുന്നത് എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നിസ്സഹായാവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് വേറെ ആരും അടുത്ത് ഇല്ല, വേറെ ആരെയും അദ്ദേഹത്തിന് ഓർമ്മ വരുന്നില്ല. അപ്പോൾ പേടി കൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും ഭഗവാനേ എന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിസ്സഹായാവസ്ഥയിൽ ആരെങ്കിലും വിളിക്കുന്ന ഒരു സെയിം ഒരു മെൻറ്റാലിറ്റിയിലാണ് അജാമിളം വിളിക്കുന്നത്. പക്ഷേ ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം മകൻ്റെ പേരാണ് വിളിച്ചത്. പക്ഷേ ഭാഗ്യവശാൽ അദ്ദേഹം ചൊല്ലിയത് നാരായണനാമമായി എന്ന് മാത്രം. അപ്പോൾ അവിടെ വളരെ അറ്റൻഷനോട് കൂടിയിട്ടാണ് വിളിച്ചത്. അദ്ദേഹം ചൊല്ലിയ നാമത്തിൽ ശ്രദ്ധയുണ്ടായിരുന്നു, പക്ഷെ നാമമാണോ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാമം ജപിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഭംഗിയായിട്ട് ഇരിക്കും, മാല ഇങ്ങനെ ഓടിക്കുന്നുണ്ടാവും, നാരായണ ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നുണ്ടാവും, കുറച്ചൊക്കെ നമ്മൾ അറ്റൻഷനോട് കൂടി ചെയ്യും. ചില നാമങ്ങളൊക്കെ നമ്മൾ അറിയുന്ന പോലും ഇല്ല, മാല ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധയില്ലാത്ത നാമമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നില്ല. ഇവിടെ അജാമിളൻ നാരായണ എന്നുള്ളത് അദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥം അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഭഗവാൻ നാരായണനെ ചിന്തിക്കുന്നുണ്ടാവില്ല. പക്ഷെ ചൊല്ലിയപ്പോൾ ആ നാമം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന സമയത്ത് അത് സിൻസിയറായിട്ടാണ്, അല്ലെങ്കിൽ അതിൽ വേറെ അതിൻ്റെ പുറകിലുള്ള അർത്ഥം അറിയില്ലെങ്കിലും ചെയ്ത കാര്യം അദ്ദേഹം ഒരു നിസ്സഹായാവസ്ഥയിൽ ചെയ്തു, അല്ലെങ്കിൽ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ചെയ്തത് നമുക്ക് പറയാം. അപ്പോൾ ശ്രദ്ധയില്ലായ്മയില്ല അദ്ദേഹത്തിന്. അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്, കാര്യം പേടിയും നാരായണ എന്നുള്ള വിളിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് ശ്രദ്ധയോട് കൂടിയിട്ടാണ് വിളിക്കുന്നത്, പക്ഷെ അതിൻ്റെ പുറകിലെ കാര്യം അദ്ദേഹം ഭഗവാനെ കുറിച്ച് ഓർക്കുന്നില്ല. നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജപിക്കുന്നുണ്ട് ശ്രദ്ധയില്ലാണ്ട്. ശ്രദ്ധ, അതുകൊണ്ടാണ് ശിലപ്രഭുപാദ് പറയുന്നത് ചൊല്ലുന്നത് കേൾക്കണം എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ചൊല്ലുന്നത് കേൾക്കുമ്പോൾ ശ്രദ്ധ വരുന്നുണ്ട്, അവിടെ കോൺസെൻട്രേഷൻ വരുന്നുണ്ട്. നമ്മൾ ഭഗവാനെ ആ സമയത്ത് ഭഗവാന്റെ രൂപത്തെയോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ശബ്ദം കേൾക്കുമ്പോൾ അത് തന്നെ ശ്രദ്ധയാണ്. ആക്ച്വലി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആണ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മുടെ നാമജപത്തിന് പലപ്പോഴും നമ്മൾ കോൺഷ്യസ് അല്ല, മാല ഇങ്ങനെ പോകുന്നു, മനസ്സ് വേറെ സൈഡിലേക്ക് പോകുന്നു. അപ്പോൾ മനസ്സ് വേറെ എവിടെയോ പോകുന്നത് കൊണ്ട് ഒരു ശ്രദ്ധയും ഇല്ല അവിടെ. നമ്മൾ കോൺഷ്യസ്ലി അല്ല ജപിക്കുന്നത്. പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കോൺഷ്യസ്ലി ജപിക്കുന്നതും കോൺഷ്യസോടുകൂടി, കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ബോധത്തോടു കൂടിയിട്ട് ശ്രദ്ധയോടുകൂടി ജപിക്കുന്നതും വ്യത്യാസമുണ്ട്. ഇവിടെ അജാമിളിന് ആ കോൺഷ്യസ് ആയിരുന്നു അദ്ദേഹം, ബിക്കോസ് പേടിച്ചതുകൊണ്ട് ആ ഒരു പോയിന്റിലാണ് അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടിയത്. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് അദ്ദേഹം നാമാഭാസം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് അദ്ദേഹത്തിൻ്റെ നാരായണൻ എന്നുള്ള വിളി വരുന്നത്. അതുകൊണ്ട് ഭഗവാൻ വിഷ്ണുദൂതന്മാരെ പറഞ്ഞയച്ചു എന്ന് പറയുന്നത്. വേറെ ഒരു ഉദാഹരണം ശാസ്ത്രങ്ങളിൽ പുരാണങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും. അത് ഈ ഒരു അവസരത്തിൽ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതേപോലെ നാമാഭാസം കാരണം ഒരു വ്യക്തിക്ക് വൈകുണ്ഠവാസം കിട്ടിയെന്ന് പറയുന്നു. പുരാണങ്ങളിൽ പറയുന്നൊരു സ്റ്റോറിയാണ്. ഇതേപോലെ നാമത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നു. ഒരു വേറെ സമുദായത്തിൽ വരുന്ന ഒരു വ്യക്തി, അതായത് മത്സ്യമാംസമൊക്കെ കഴിക്കുന്ന വേറെ കുലത്തിൽ വരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു ദിവസം രാത്രിയിൽ ഒരു കാട്ടിലാണ് അദ്ദേഹം ഉള്ളത്, അല്ലെങ്കിൽ കാടിൻ്റെ അടുത്താണ് താമസം. അപ്പോൾ അദ്ദേഹം ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ രാത്രി അദ്ദേഹം പോകുന്നു. അപ്പോൾ കാട് പ്രദേശമാണ്, ആ സ്ഥലത്തേക്ക് ഇദ്ദേഹം വെള്ളവുമായിട്ട് പോകുന്നു കാര്യം സാധിക്കാൻ വേണ്ടി. അങ്ങനെ കാര്യം സാധിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ ഇരിക്കുകയാണ് ഇരുട്ടത്ത്. ആ ഇരുട്ടത്ത് ഇരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഒരു കാട്ടുപന്നി വന്ന് ഇദ്ദേഹത്തെ കുത്താൻ വേണ്ടി
വന്നു. പന്നി നമുക്കറിയാം, ആ മൃഗം, ആ മൃഗത്തിൻ്റെ ഭക്ഷണം എന്താണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ആ മൃഗം കാത്തിരിക്കുകയാണ് ഇങ്ങനെ ആരെങ്കിലും വരാൻ വേണ്ടിയിട്ട്. അവർക്കുള്ള ഭക്ഷണമാണ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയാണ്. ഇദ്ദേഹം ഇത് കാണുന്നില്ല. അദ്ദേഹം കാര്യം സാധിക്കാൻ വേണ്ടി അവിടെ പോകുന്നു. അപ്പോൾ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മൃഗം വന്ന് ഇദ്ദേഹത്തെ ആക്രമിക്കുന്നു. ആക്രമിച്ചപ്പോൾ മനസ്സിലായി ഇദ്ദേഹത്തിന് കാര്യം പോയി കയ്യിൽ നിന്ന്. കാര്യം ഇത് കാട്ടുപന്നിക്ക് നല്ല ശക്തിയാണ്, ഷാർപ്പായിട്ടുള്ള കൊമ്പുകളുണ്ട്, അതിന് നമ്മളെ കുത്തിക്കൊല്ലാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് ഈ മൃഗം വന്ന് ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത് ഹാറാം ഹാറാം. കാര്യം ഈ ഒരു മൃഗം ഹാറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധമാണ്. ആ കുലത്തിലുള്ളവർക്ക് ഈ ഒരു മൃഗത്തെ കാണുന്നതോ കേൾക്കുന്നതോ തൊടുന്നതോ അവർ ആ മൃഗത്തിൻ്റെ മാത്രം മാംസം കഴിക്കില്ല. ബാക്കി പല മൃഗങ്ങളുടെയും മാംസം കഴിക്കുന്നവരാണ്. പക്ഷേ ഈ ഒരു മൃഗത്തിൻ്റെ മാത്രം മാംസം കഴിക്കില്ല എന്ന് മാത്രമല്ല, ഈവൻ അങ്ങനെയുള്ള മാംസം പാചകം ചെയ്യുന്ന വീടുകളിൽ പോലും അവർ പോവില്ല. അത് സത്യമാണ്. അതേപോലെ തന്നെ അങ്ങനെയുള്ള മാംസം കിട്ടുന്ന ഹോട്ടലുകൾ ഉണ്ടെങ്കിൽ അവിടെയും പോവില്ല. അപ്പോൾ ഇതൊക്കെ വളരെ നിഷിദ്ധമാണ് അവർക്ക്, ഈ ഒരു മൃഗത്തിൻ്റെ മാംസം മാത്രം. അപ്പോൾ അവരുടെ അത് അശുദ്ധമാണ്. അതുകൊണ്ട് ഹാറാം ഹാറാം എന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അത് നിഷിദ്ധമാണ്, നിഷിദ്ധം എന്ന് പറഞ്ഞ് അദ്ദേഹം ബഹളം വയ്ക്കുന്നതാണ്. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ഭഗവാൻ കേൾക്കുന്നത് ഹാറാം ഹാറാം, റാം റാം, ഹാ നമ്മൾ പറയില്ലേ, ഹാ കൃഷ്ണ ഹാ രാധേ, അതേപോലെ ഹാ റാം. ഭഗവാൻ വിഷ്ണുദൂതന്മാരെ അയച്ചു. രാമ എന്നുള്ള നാമം ജപിക്കുന്നുണ്ട് ഒരാൾ, ചൊല്ലുന്നുണ്ടോ, പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെയും പുരാണങ്ങൾ പറയുന്നു വിഷ്ണുദൂതന്മാർ വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയി, അദ്ദേഹത്തെ രക്ഷിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്നുള്ള പാഠം എന്താണ്? ഈ കഥയിൽ നിന്നുള്ള പാഠം അത് തന്നെയാണ്. അദ്ദേഹം പേടിച്ച് വന്ന് ആ സമയത്ത് ഈ മൃഗം വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി രക്ഷയില്ല എന്ന്. അദ്ദേഹത്തിന് വേറെ ഒന്നും ഓർമ്മ ഒന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഈ ഒരു മൃഗമാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന് അറപ്പ് തോന്നി. അത് എന്നെ ഇപ്പോൾ കൊല്ലുമെന്ന് മനസ്സിലായി. അറപ്പ് തോന്നിയപ്പോൾ എല്ലാം കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത് ഈ വാക്കാണ്, ഹറാം. എന്നാൽ ഭഗവാനാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഭഗവാന്റെ മഹാകാരുണ്യം. എങ്ങനെയെങ്കിലും ഒരു നിസ്സഹായാവസ്ഥയിൽ നമ്മൾ ആരെങ്കിലും എന്നെ വിളിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അല്ലാതെ നമ്മളെപ്പോലെ പേരിന് നല്ല ഭംഗിയുള്ള തിലകൊക്കെ തൊട്ട് കാലത്ത് അവിടെ എങ്ങനെ ഇരിക്കുന്നു, എന്നിട്ട് നമ്മൾ ഭംഗിയായിട്ട് നാമം ജപിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ മനസ്സ് അവിടെയില്ല, മനസ്സ് വേറെ എവിടെയാണ്. നിസ്സഹായാവസ്ഥ വരുന്നില്ല. ഓ കൃഷ്ണ, ഓ രാധേ, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഭഗവാൻ ഒന്ന് വരൂ, എനിക്ക് ദർശനം തരൂ, എനിക്ക് കാണണം എന്നുള്ള ഒരു എന്താ പറയുക, ആ കോൺഷ്യസ്ലി അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ കരയുകയാണ് ഭഗവാനെ എന്നുള്ള ഭാവത്തോടു കൂടിയിട്ട് നമ്മൾ ചൊല്ലുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എഫക്റ്റ് ഒന്നും സംഭവിക്കാത്തത്. പലപ്പോഴും വിചാരിക്കും, ഞാൻ ഇത്രയും ചെയ്യുന്നുണ്ട്, ഒന്നും സംഭവിക്കുന്നില്ല, ഇവിടെ സുഖമാണ്. അജാമിളൻ്റെ കഥയിലൊക്കെ നോക്കുകയാണെങ്കിൽ അജാമിളൻ അവസാനം നാരായണ എന്ന് വിളിച്ചു. അപ്പോൾ വിഷ്ണുദൂതന്മാരെത്തി. ഇപ്പോൾ പറഞ്ഞ പുരാണത്തിലെ കഥയാണെങ്കിലും അദ്ദേഹവും വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹം അവസാന സമയത്ത് ഹാറാം എന്ന് വിളിച്ചപ്പോൾ അവിടുന്ന് വീണ്ടും വിഷ്ണുദൂതന്മാർ വന്നു. പലവരും അങ്ങനെ ചിന്തിക്കും. നമ്മുടെ ഒരു ഭക്തൻ, നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള ഒരു വരിഷ്ഠനായിട്ടുള്ളൊരു ഭക്തൻ്റെ അടുത്ത് അദ്ദേഹം കോളേജിൽ പ്രീച്ചിങ്ങിന് പോവും. കോളേജിൽ ഇതുപോലെ പ്രീച്ചിങ്ങിന് പോകുന്ന സമയത്ത് നാമത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഈ രണ്ട് കഥകളും പറഞ്ഞു അദ്ദേഹം ക്ലാസ്സിൽ. അജാമിളൻ്റെ കഥയും ഈ പറഞ്ഞ ആ ഒരു വേറെ സമ്പ്രദായത്തിലുള്ള വ്യക്തിയുടെ കഥയും പറഞ്ഞു. എന്നിട്ട് അത്രമാത്രം ശക്തിയാണ് നാമത്തിന് എന്ന് പറഞ്ഞ് അദ്ദേഹം നാമത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കൊണ്ടും, കോളേജാണ്
അപ്പോൾ എല്ലാവരെയും കൊണ്ട് നാമം ചൊല്ലിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഹരേ കൃഷ്ണ മഹാമന്ത്രം അവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടുവരാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ, ഒരുപാട് സ്റ്റുഡൻസ് എല്ലാം അപ്രീഷിയേറ്റ് ചെയ്തു. അതിനൊക്കെ ശേഷം ഒരുപാട് ക്വസ്റ്റ്യൻസും ചോദിച്ചു ക്ലാസ്സിന് ശേഷം. ഇതെല്ലാം കഴിഞ്ഞിട്ട്, ക്ലാസ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് പോകാൻ നേരത്ത് ഒരു കുട്ടി, ഒരു പയ്യൻ വന്ന് വളരെ സീക്രട്ടായിട്ട് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം പേഴ്സണലായിട്ട് ചോദിക്കാനുണ്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതൊക്കെ ശരിയാണ്, അപ്പോൾ ഇതെല്ലാം കേട്ടതിന് ശേഷം ഇദ്ദേഹം വന്ന് സംസാരിക്കുകയായിരുന്നു. സംസാരിച്ചതിന് ശേഷം ചോദ്യങ്ങൾ ചോദിച്ചു. കുറേ പേര് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിന് ഉത്തരമൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം എന്തോ അങ്ങനെ ഡിസ്കഷനിൽ, അതായത് പല ക്യാരക്ടേഴ്സ്, ഭാഗവതത്തിലെ പല ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഉള്ളൊരു ഒരു സംസാരം വന്നു. അതായത് ചില ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇഷ്ടമാണെന്ന് നമ്മൾ പറയില്ലേ. ഫോർ എക്സാമ്പിൾ, പരീക്ഷിത്ത് മഹാരാജാവിനെ ഇഷ്ടമുള്ളവർ കുറേ പേരുണ്ട്. പ്രത്യേകിച്ച് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ അദ്ദേഹം ശുദ്ധഭക്തനാണ്. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രഥമസ്കന്ധം വായിക്കുമ്പോൾ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൗഢി. അദ്ദേഹം രാജാവായിരുന്നു, ആ രാജാവ് ആണ്, രാജഋഷിയാണ്, ഇത്രയും വലിയ ലോകം മുഴുവനും ഭരിച്ചിരുന്ന വ്യക്തിയാണ്, പക്ഷേ ശുദ്ധഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് നമുക്ക് കാണാം. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിനോട് നമുക്കൊരു സ്നേഹം തോന്നും, ഒരു ഇഷ്ടം തോന്നില്ല. അങ്ങനെ പല ക്യാരക്ടേഴ്സ് ഉണ്ട് ഭാഗവതത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആകർഷണം തോന്നുന്നത്. അതേപോലെ അപ്പോൾ ഇങ്ങനെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി വന്ന് പറഞ്ഞു, എൻ്റെ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അജാമിളനാണ് എന്ന് പറഞ്ഞു. അജാമിളൻ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത് അജാമിളനാണ് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്നുള്ളത് ഭാഗവതത്തിൽ നിന്ന്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ട് അജാമിളൻ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, ഞാൻ ഒരുപാട് ക്ലാസ് എടുക്കുന്ന പല സ്ഥലങ്ങളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്, പക്ഷേ അജാമിളനാണ് എന്നുള്ളത് ആദ്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ പയ്യൻ വളരെ ജെന്യുവനായിട്ട് പറഞ്ഞു, അജാമിളൻ്റെ കാര്യം നോക്കിക്കോളൂ, എന്ത് ഭാഗ്യശാലിയാണ് അദ്ദേഹം. 90 വയസ്സ് വരെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. മരിക്കാൻ നേരത്ത് വിഷ്ണുദൂതന്മാർ വന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ഇതിനും വലിയ മഹാഭാഗ്യം വേറെ ആർക്ക് കിട്ടും എന്നാണ് ചോദിച്ചത്. അപ്പോൾ ക്ലാസ് എടുത്ത വ്യക്തി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം തലയിൽ കൈവച്ച്, എൻ്റെ ഭഗവാനെ, ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും മനോഹരമായിട്ട് ക്ലാസ് എല്ലാം പറഞ്ഞതിന് ശേഷം അവർ അജാമിളനെ റോൾ മോഡലാക്കി എടുക്കുവാണ് ചിലവർ. അപ്പോൾ ഇദ്ദേഹം കറക്റ്റ് ചെയ്തു, ഇത് അജാമിളന് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. നമ്മളിത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ 100% വിഷ്ണുദൂതന്മാർ വരാനും പോകുന്നില്ല. മാത്രമല്ല 3 യമദൂതന്മാരല്ല, ചിലപ്പോൾ 30 യമദൂതന്മാർ വരും ഒരുമിച്ച്. പിന്നെ ആർക്കും രക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അജാമിളൻ അങ്ങനെ ചെയ്തു. അവസാനം നാരായണൻ ദൂതന്മാർ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് കോപ്പി ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇതൊക്കെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ നാമത്തിൻ്റെ മഹാത്മ്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉള്ള ലീലകളാണ് ഭഗവാന്റെ ഇതെല്ലാം. ശരിക്കും നടന്നിട്ടുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും ഇത് ഒരുപാട് ലെസൺസ് ഉണ്ട് അതിൽ നിന്ന്. അല്ലാതെ അജാമിളനെ പോലെ തോന്നിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവസാനം നാരായണ എന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വെറും സ്വപ്നം മാത്രമായിരിക്കും. ഒരു കാരണവശാലും നാരായണനെ നമ്മൾ വിളിക്കാനും പോകുന്നില്ല, അതേപോലെ വിഷ്ണുദൂതന്മാർ വരാനും പോകുന്നില്ല. ഒരു സംശയമില്ല ആ കാര്യത്തിൽ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ മനസ്സിലാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലേ. ഇതാണ് പലവരും ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുമ്പോൾ പലവരും ചിന്തിക്കുന്നത് വേറെ രീതിയിലൂടെ ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മളിതിൽ നിന്ന് പഠിക്കേണ്ടത് നാമത്തിൻ്റെ ശക്തിയും, പിന്നെ അതേ സമയത്ത് അജാമിളൻ്റെ ജീവചരിത്രം നമുക്ക് ഓർമ്മ വരണം. കാരണം നമുക്ക് വിനയം വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇനി അടുത്ത ശ്ലോകങ്ങളിലും എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ 30 നോക്കാം. നിശമ്യ മ്രിയമാനസ്യ മുഖതോ ഹരികീർത്തനം ഭ്രാതുർനാമ മഹാരാജ പാർഷദാ സഹസാപതൻ. യെസ്, അപ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. യെസ്, 3 ഹരേ കൃഷ്ണ പ്രഭു. വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ.
നിശമ്യ മ്രിയമാണസ്യ മുഖതോ ഹരികീർത്തനം ഭർത്തുർനാമ മഹാരാജ പാർഷദാ സഹസാപതൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിശമ്യാം മ്രിയമാണസ്യ മുഖദോ ഹരികീർത്തനം ഭർത്തുർനാമ മഹാരാജ പാർഷദാ സഹസാപതൻ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നിശമ്യ മ്രിയമാണസ്യ മുഖതോ ഹരികീർത്തനം ഭർത്തുർനാമ മഹാരാജ പാർഷദാ സഹസാപതൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിശമ്യ മ്രിയമാണസ്യ മുഖതോ ഹരികീർത്തനം ഭർത്തുർനാമ മഹാരാജ പാർഷദാ സഹസാപതൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. വിവർത്തനം വായിച്ചോട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. വായിച്ചോളൂ, വായിക്കൂ. ഓ നമോ ഭഗവതേ വാസുദേവായ. എന്റെ പ്രിയപ്പെട്ട രാജാവേ, മരിച്ചുകൊണ്ടിരുന്ന അജാമിളിന്റെ നാവിൽ നിന്ന് തങ്ങളുടെ യജമാനന്റെ ദിവ്യനാമം ശ്രവിച്ച വിഷ്ണുവിന്റെ ആജ്ഞാനുവർത്തികൾ വിഷ്ണുദൂതന്മാർ തൽക്ഷണം അവിടെ പ്രത്യക്ഷരായി. അജാമിളൻ ഉത്കണ്ഠാകുലനായതിനാൽ തീർച്ചയായും അപരാധരഹിതമായിട്ടായിരുന്നു നാരായണന്റെ ദിവ്യനാമം ഉച്ചരിച്ചത്. ഭാവാർത്ഥം. ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. ഹരികീർത്തനം നിശമ്യാപദൻ കഥം ബോധസ്യ ഭർത്തുർനാമബ്രൂവദാഹ. അജാമിളൻ നാരായണന്റെ ദിവ്യനാമം ഉച്ചരിച്ചതിനാൽ വിഷ്ണു ഭഗവാന്റെ ദൂതന്മാർ വന്നു. അവൻ എന്തിനാണ് നാമം ഉച്ചരിക്കുന്നതെന്ന് അവർ പരിഗണിച്ചില്ല. നാരായണന്റെ നാമം ഉച്ചരിക്കുമ്പോൾ അജാമിളൻ വാസ്തവത്തിൽ സ്വന്തം പുത്രനെ കുറിച്ചാണ് ചിന്തിച്ചിരുന്നത്. എങ്കിലും അവൻ ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നത് ശ്രവിച്ച വിഷ്ണു ഭഗവാന്റെ ആജ്ഞാനുവർത്തികൾ വിഷ്ണു ദൂതന്മാർ അജാമിളന്റെ സംരക്ഷണത്തിന് എത്തി. വാസ്തവത്തിൽ ഭഗവാന്റെ ദിവ്യനാമത്തെയും രൂപത്തെയും ലീലകളെയും യോഗ്യതകളെയും മഹിമപ്പെടുത്തുന്നതിന് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഹരികീർത്തനം. അജാമിളൻ എങ്ങനെ തന്നെയായാലും ഭഗവാന്റെ നാമരൂപ ഗുണങ്ങളെയും അനുസാരികളെയും പുകഴ്ത്തിയില്ല. അവൻ ദിവ്യനാമം ജപിക്കുക മാത്രം ചെയ്തു. എന്നിരുന്നാലും സകല പാപകർമ്മങ്ങളിൽ നിന്നും അവനെ ശുദ്ധീകരിക്കാൻ ആ നാമജപം തികച്ചും പര്യാപ്തമായിരുന്നു. വിഷ്ണുദൂതന്മാർ തങ്ങളുടെ യജമാനന്റെ നാമം ഉച്ചരിക്കുന്നത് ശ്രവിച്ചയുടനെ അവിടെ എത്തി. ഇത് സംബന്ധിച്ച് ശ്രീല വിജയധ്വജ തീർത്ഥർ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. അനേന പുത്ര സ്നേഹം അന്തരേണ പ്രാചീന ദൃഷ്ട ബലാത് ഉദ്ഭൂതയ ഭക്ത്യ ഭഗവാൻ നാമ സങ്കീർത്തനം കൃതം ഇതി ജായതേ. പുത്രനോടുള്ള അമിതമായ വാത്സല്യ നിമിത്തമാണ് അജാമിളൻ നാരായണ നാമം ഉച്ചരിച്ചത്. എന്നിരുന്നാലും മുമ്പ് നാരായണന് ഭക്തിയുത സേവനം ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചിരുന്നതിനാൽ അവന് ഭക്തിയോടും തെറ്റുകൂടാതെയും ഭഗവത് നാമം ഉച്ചരിക്കാൻ സാധിച്ചു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദിച്ചു. ഹരേ കൃഷ്ണ. താങ്ക് യു മധുജി. സോ ഇവിടെ പറയുന്നു, അങ്ങനെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു യമദൂതന്മാർ വന്നിരിക്കുന്നു 3 പേര്. ഇവിടെ വിഷ്ണുദൂതന്മാർ വരുന്നത്. വിഷ്ണുദൂതന്മാരെത്തി. അങ്ങനെ അവർ ഇവിടെ എത്തിയ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഉടനെ തന്നെ എത്തിയെന്നാണ് പറയുന്നത്. നാരായണ നാമം കേട്ട അതേ നിമിഷത്തിൽ തന്നെ വിഷ്ണുദൂതന്മാരെത്തുന്നു. പിന്നെ ഇവിടെ ഈ ഒരു വിവർത്തനത്തിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെ. അതായത് അജാമിളൻ ആ ചൊല്ലിയത് നമ്മുടെ ആചാര്യന്മാരുടെ വാക്കുകളാണത്. ശിലപ്രഭാജി ഇവിടെ അത് പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ലേഷനിൽ തന്നെ. അതായത് അദ്ദേഹം അപരാധം കൂടാതെയാണ് ആ നാരായണ നാമം ജപിച്ചത്. കാര്യം അദ്ദേഹം ഫുൾ ആങ്സൈറ്റിയിലാണ് വിളിക്കുന്നത്, പേടിച്ചുകൊണ്ട് നിസ്സഹായ അവസ്ഥയിൽ അദ്ദേഹം നാരായണ നാമം അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നു. അപ്പോൾ അതിൽ അപരാധമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ വിഷ്ണുദൂതന്മാരെത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് അവർ വന്നു എന്നുള്ളത്, അത് അവർ അല്ലെങ്കിൽ വരില്ലായിരുന്നു. പക്ഷെ അത് ആ ഒരു ആങ്സൈറ്റിയിൽ അപരാധം കൂടാത്ത കലർപ്പില്ലാത്ത, അപ്പം നാമാഭാസം കൊണ്ടേ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കൂ. നാമാപരാധം ചെയ്താൽ സമയം കുറേ എടുക്കും. നാമാപരാധത്തോടു കൂടിയുള്ള നാമജപമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വിഷ്ണുദൂതന്മാരും വരുന്നില്ല, ഭഗവാനും വരുന്നില്ല, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല. അല്ല, വിഷ്ണുദൂതന്മാർ ഇപ്പോൾ തിരിച്ചു കൊണ്ടുപോകാനുള്ള സമയം ആവാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ എത്രയും നല്ലതാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ലതാണ്. ചിലവർ പറയുന്ന പോലെ കുറച്ച് കഴിഞ്ഞിട്ട് വരൂ, കുറച്ചും കൂടെ പണിയുണ്ട് ഇവിടെ, കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനുണ്ട് എന്ന് പറയുന്ന പോലെയല്ല. അല്ല, നമ്മൾ പലപ്പോഴും
ചർച്ച ചെയ്തിട്ടുള്ള ഒരു കഥ, നാരദമുനിയുടെ കഥ പറയുന്ന പോലെ, നാരദമുനിക്ക് ഒരു ഓഫർ കിട്ടിയിട്ട് അദ്ദേഹം വരുന്നു അല്ലേ, ആരെ വേണമെങ്കിലും തിരിച്ചു കൊണ്ടുവരാനുള്ള ഓഫർ കിട്ടിയിട്ട് എങ്ങോട്ട് കൊണ്ടുവരാൻ, വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ഒരു ഓഫർ ഭഗവാൻ നാരായണൻ കൊടുക്കുന്നു. അതുമായിട്ട് അദ്ദേഹം പിന്നെ അദ്ദേഹം ആ ഒരു ആളുടെ അടുത്ത് പോകുന്നതും ഞാൻ ക്ലാസ്സിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞു പിന്നെ വരൂ നാരദമുനി, കുറച്ചുകൂടെ ദിവസം കഴിഞ്ഞിട്ട് വരൂ, കുറച്ചുകൂടെ ദിവസം കഴിഞ്ഞിട്ട് വരൂ. അങ്ങനെ കുറേ പ്രാവശ്യം അദ്ദേഹം ചാൻസ് കൊടുത്തു. അവസാനം അദ്ദേഹം നായയായി, മരിച്ചതിന് ശേഷം നായയായി മാറുന്നു. എന്നാലും വീട് വിട്ടു പോകുന്നില്ല. ആ വീടിൻ്റെ പുറത്ത് നായയായിട്ട് നിൽക്കുന്നു. അതിനുശേഷം പാമ്പായി മാറുന്നു. അതിൻ്റെ അടുത്ത് അദ്ദേഹം സ്വരൂപിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ചുറ്റും ഒരു നാഗമായിട്ട് അദ്ദേഹം ഇരിക്കുന്നു. അങ്ങനെ അതായത് മെറ്റീരിയൽ അറ്റാച്ച്മെൻറ്റ്, ഭൗതികമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കാരണം അവർക്ക് വിട്ടുപോകാൻ സാധിക്കുന്നില്ല. നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. കാലാകാലങ്ങളായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെയുള്ള കാര്യങ്ങളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് പോകുന്നില്ല. അതുകൊണ്ട് ചില സമയത്ത് ചിലപ്പോൾ ഉടനെ പെട്ടെന്ന് ഭഗവാൻ വന്ന് നമ്മളെ വിളിക്കുകയാണെങ്കിൽ ഇതിൽ എത്ര പേർക്ക് പോവാൻ തയ്യാറാവും? ചിലപ്പോൾ നമ്മൾ കാലത്ത് കുക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും, ഹസ്ബൻഡ് വെയിറ്റ് ചെയ്യുന്നു, മക്കൾ സ്കൂളിൽ പോകാൻ വെയിറ്റ് ചെയ്യുന്നു, പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നാരായണൻ വന്ന് വിളിക്കുകയാണെങ്കിൽ പറയുക, ഭഗവാനെ ഇതൊന്ന് കുക്കിംഗ് കഴിഞ്ഞിട്ട്, അവർക്ക് സ്കൂളിൽ പോകേണ്ടതാണ്, ഓഫീസിൽ പോകേണ്ടതാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. സ്പോട്ടിൽ ഭഗവാൻ വിളിച്ചാൽ, ദൂതന്മാർ വന്ന് വിളിക്കുകയാണെങ്കിൽ, ഭഗവാൻ വരുവാണെങ്കിൽ ആ നിമിഷത്തിൽ പോകണം അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ടാവും പൂന്താനം തിരുമേനിയുടെ കഥയിലും അല്ലേ, അദ്ദേഹം പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അദ്ദേഹം അവസരം കൊടുക്കുന്നു, പക്ഷേ അവർ പോകാൻ തയ്യാറായിരുന്നില്ല അല്ലേ? അതേപോലെ പക്ഷെ പോയി. അവിടെ വിശ്വാസമുള്ള സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു, അവിടെ സഹായത്തിന് ഉണ്ടായിരുന്ന സ്ത്രീ. അപ്പോൾ അവരെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അതേപോലെ ഭഗവാൻ എപ്പോൾ വന്ന് വിളിക്കുന്നു നമ്മളെ എന്ന് നമുക്കറിയില്ല. എപ്പോഴാണ് ദൂതന്മാർ വരുന്നത്? വിഷ്ണു ദൂതന്മാരോ അല്ലെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങൾ, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലേ വിഷ്ണു ദൂതന്മാർ വരുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇദ്ദേഹത്തിന് വന്ന പോലെ 3 ആണോ 30 ആണോ എന്നറിയില്ല എത്ര പേര് വരുന്നുള്ളത്, പേടിയാവുന്ന ആളുകൾ. സോ എനിവേസ്, പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ആ നിസ്സഹായാവസ്ഥയോട് കൂടിയിട്ടുള്ള, ആങ്സൈറ്റിയോട് കൂടിയിട്ടുള്ള ഒരു നാമമായിരുന്നു അജാമിളൻ്റെ വായിൽ നിന്ന് വന്നത്. അതുകൊണ്ടാണ് അവിടെ അദ്ദേഹത്തിന് ആ നിമിഷത്തിൽ തന്നെ റിസൾട്ട് കിട്ടിയത്. പലവരും പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, അതായത് ഞാൻ ഇത്രയും വർഷമായിട്ട് ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നുണ്ട്, 16 മാല 32 മാല അതിനും കൂടുതൽ, പക്ഷെ ഇതുവരെ എനിക്ക് ഭഗവാന്റെ ദർശനം കിട്ടിയിട്ടില്ല, എനിക്ക് ഭഗവാന്റെ രൂപത്തെ ശരിക്കും കാണാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, അജാമിളന് ഇത്രയും പെട്ടെന്ന് നടന്നുല്ലോ, അങ്ങനെ പലവർക്കും പെട്ടെന്ന് നടക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട്? കാരണം റീസൺ സിമ്പിളാണ്. കാര്യം നമ്മൾ ഇത്രയും ആങ്സൈറ്റിയോട് കൂടിയിട്ടോ നമ്മൾ അർജൻസിയോട് കൂടിയിട്ടല്ല ഭഗവാനെ വിളിക്കുന്നത്. എങ്ങനെയാണോ ഗജേന്ദ്രൻ ഭഗവാനെ വിളിച്ചത് നിസ്സഹായാവസ്ഥയിൽ, അത്രയും അർജൻസിയോട് കൂടിയിട്ട്, വേറെ ഒന്നും ഇല്ല. അതേപോലെ തന്നെയാണ് ദ്രൗപദി ദേവിയും വിളിക്കുന്നത്. വേറെ ആരും രക്ഷയില്ല എന്ന് മനസ്സിലായപ്പോൾ അവർക്ക് ആ നിമിഷത്തിൽ തന്നെ ഭഗവാൻ വന്ന് അവരെ രക്ഷിക്കുന്നുണ്ട്. ഇവിടെ അജാമിളനും സംഭവിക്കുന്നത് വിഷ്ണുദൂതന്മാർ വിടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പുരാണത്തിലെ സ്റ്റോറിയിലും അദ്ദേഹം വാക്ക് വേറെയാണ് വിളിക്കുന്നത് എന്നുണ്ടെങ്കിലും അവിടെയും ഭഗവാൻ വിടുന്നു ആളെ. നമ്മൾ ഹരേകൃഷ്ണ മഹാമന്ത്രം എന്നും ചൊല്ലുന്നുണ്ട്, അതും 1ഉം 2ഉം പ്രാവശ്യമല്ല, 16 30 പ്രാവശ്യം ചൊല്ലുന്നുണ്ടാവും, എത്ര റൗണ്ട്സ് ആണെങ്കിലും. പക്ഷേ റിസൾട്ട് എന്താണ്? ബിക്കോസ് നമ്മുടെ വിളി നിസ്സഹായാവസ്ഥയോട് കൂടിയിട്ടല്ല. നമ്മൾ ഭഗവാനെ അല്ലെങ്കിൽ ആ നാമം ജപിക്കുന്നത് വളരെ കൂളായിട്ട്, ഓക്കെ, ആ ഒരു മൈൻഡ് സെറ്റിലാണ് വിളിക്കുന്നത്. ഇന്നല്ലെങ്കിൽ കുഴപ്പമില്ല, നാളെ ഒരു അവസരമുണ്ട് എനിക്ക് എന്നുള്ളൊരിത്. ശ്രീപാദ ഐന്ദ്രപ്രഭു എപ്പോഴും പറയും, ഓരോ നാമവും ജപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൂഡാണ് പറയുന്നത്. അദ്ദേഹം ഓരോ നാമവും ജപിക്കുമ്പോൾ ഇതെൻ്റെ അവസാനത്തെ നാമമാണ് എന്നുള്ളൊരു ഭാവത്തിലാണ് ജപിക്കേണ്ടത് എന്നുള്ളത്. അങ്ങനെ ജപിക്കുമ്പോഴാണ് ഈ പറയുന്ന ആകാംക്ഷയും ആ ഒരു ആങ്സൈറ്റിയും ആ ഒരു ഉത്കണ്ഠയും
ആ ഒരു അർജൻസിയും അത്യാവശ്യവും ഒക്കെ നമുക്ക് വരുന്നത്. ഇല്ലെങ്കിൽ കൂളായിട്ട് ഓക്കെ ഇതല്ലെങ്കിൽ നാളെ. കാര്യം നമ്മുടെ നാമജപത്തിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഫുൾ പ്ലാനിങ് നടക്കുന്നത് ഈ 16 മാല ജപിക്കുമ്പോഴാണ്. 16 മാല ജപിക്കുന്നതോടുകൂടി അന്നത്തെ ഫുൾ ടൈം ടേബിൾ റെഡിയായി നമ്മുടെ. ഓക്കെ, ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഫുൾ പ്ലാനിങ് നടത്തി. ആ പ്ലാനിങ് നടത്താൻ വേണ്ടിയിട്ടുള്ളതല്ല ജപം അല്ലേ. അപ്പോൾ അങ്ങനെ ജപിക്കുമ്പോൾ എങ്ങനെ ഭഗവാൻ വരാനാണ്? എന്നിട്ട് നമ്മൾ കംപ്ലൈൻറ്റ് പറയും ഭഗവാൻ വരുന്നില്ല, ദർശനം തരുന്നില്ല, കാണാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ കഥയൊക്കെ ഉണ്ട് സ്റ്റോറിയിൽ, ഈ ഭാഗവതത്തിൽ. ഇതൊക്കെ നല്ല പ്രോത്സാഹനം തരുന്നുണ്ട്, പക്ഷേ റിസൾട്ട് കിട്ടുന്നില്ലല്ലോ. റിസൾട്ട് എങ്ങനെ കിട്ടും? റിസൾട്ട് കിട്ടണമെങ്കിൽ ആ ഒരു ഭാവത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിളിയായിരിക്കണം. അങ്ങനെയുള്ള വിളിയാവുമ്പോൾ ഇത്രയും നല്ല ഉദാഹരണങ്ങളുണ്ട്. ഗജേന്ദ്രൻ, ദ്രൗപദി ദേവി, അജാമിളൻ, അവരൊക്കെ വിളിക്കുന്ന ഒരു നാമം മതി. അതാണ് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പലപ്പോഴും ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുമ്പോൾ പറയാറുണ്ട്, ശിലപ്രഭാൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എത്ര നാമം ജപിക്കണം നമുക്ക് ഭഗവാനെ ദർശനം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ട് എത്ര നാമം ജപിക്കണം എന്നുള്ളത്. അപ്പോൾ ശിലപ്രഭാജി എപ്പോഴും പറയാനുള്ള ഉത്തരവാണ്, എത്ര എണ്ണം നാമം ജപിക്കുക എന്നുള്ളതല്ല, ഒരു നാമം മാത്രം മതി. അത് ശരിക്കും നമ്മൾ ചൊല്ലുവാണെങ്കിൽ, ശരിക്കും ആ ഒരു ഭാവത്തോടു കൂടി, ആ ഒരു ഉത്കണ്ഠയോട് കൂടിയിട്ട്, ഇപ്പോൾ ഇവിടെ പറയുന്ന പോലെ ആങ്സൈറ്റിയോട് കൂടിയിട്ട്, ആ ഒരു അർജൻസിയോട് കൂടിയിട്ട്, ആത്മാർത്ഥപരമായിട്ട് ഒരു നാമമെങ്കിലും നമ്മുടെ നാവിൽ നിന്ന് വരുന്നുണ്ടോ? അത് മതി എന്നാണ് പറയുന്നത്. ഭഗവാനെ സന്തോഷിപ്പിക്കാനും ഭഗവാൻ നമ്മളെ തിരിച്ചു കൊണ്ടുപോകാനും നമ്മുടെ ശുദ്ധീകരണം നടക്കുവാനും. പക്ഷേ അങ്ങനെ ഒരു നാമം പോലും നമ്മൾ ജപിക്കുന്നില്ല കാലാകാലങ്ങളായിട്ട്. സോ ഇങ്ങനെയുള്ള കഥകൾ പഠിക്കുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതെല്ലാം. അജാമിളന് സംഭവിച്ചു അവസാന സമയത്ത്, ഇതൊക്കെ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി, എനിക്കെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അപ്പോൾ അതിൻ്റെ അർത്ഥം എവിടെയൊക്കെയോ പാളിച്ചകൾ എനിക്ക് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അജാമിളിനെ പോലെ തെറ്റുകൾ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ എൻ്റെ നാമജപം ശരിയല്ല. അജാമിളിൻ്റെ ജപമായിരുന്നു കുറച്ചുകൂടെ നല്ലത്. സത്യമല്ലേ? കാര്യം ഭഗവാൻ വിഷ്ണുദൂതന്മാരെ വിട്ടു. നമ്മൾ എത്ര ജപിച്ചിട്ടും വിഷ്ണുദൂതന്മാരും വരുന്നില്ല. ഇനി എന്നാൽ യമദൂതന്മാർ വരാമെന്നറിയില്ല, അതറിയില്ല. പക്ഷേ വിഷ്ണുദൂതന്മാരെന്തായാലും വന്നിട്ടില്ല. അപ്പോൾ അതാണ് വ്യത്യാസം. വിവർത്തനം കൂടെ വായിക്കുക. വിവർത്തനം വായിച്ചു, വിവർത്തനത്തിൽ ഭാവാർത്ഥം വായിച്ചു. അപ്പോൾ ഇവിടെ ഭാവാർത്ഥത്തിൽ ശീലപ്രഭാജി പറയുന്നു, ശീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറിൻ്റെയും അതേപോലെ തന്നെ ശീല വിജയധ്വജ തീർത്ഥ എന്ന് പറയുന്ന ആചാര്യൻ, 2 ആചാര്യന്മാരുടെ കമൻട്രീസിൽ നിന്ന് പറയുന്നു. അപ്പോൾ ശീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ നാമം അതിലുണ്ടായിരുന്നത് കൊണ്ടാണ്, നാരായണ നാമം അത് അജാമിളൻ്റെ വിളിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് വിഷ്ണുദൂതന്മാർ അവിടെ വന്നു എന്നുള്ളത്. അതേപോലെ ശ്രീല വിജയധ്വജ തീർത്ഥ മഹാരാജ് പറയുന്നു, അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ മുമ്പുള്ള ജീവിതത്തിൽ പണ്ട് ചെയ്തിട്ടുള്ള പണ്ടത്തെ അജാമിളൻ തെറ്റുകളൊക്കെ ചെയ്യുന്നേക്കാൾ മുമ്പ് അദ്ദേഹം ഭക്തിയുത സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഭക്തിയുത സേവനങ്ങളൊക്കെ അദ്ദേഹത്തിന് അവസാന സമയത്ത് ഇങ്ങനെയുള്ളൊരു അത്യാവശ്യ ഘട്ടത്തിൽ അതെല്ലാം ഉപയോഗമായി. അങ്ങനെ അന്ന് അദ്ദേഹം പണ്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഭഗവാന്റെ കാരുണ്യം ഈ അവസാന സമയത്ത് അദ്ദേഹത്തിന് വരുവാണ്. അതുകൊണ്ട് അദ്ദേഹം അറിയാതെയാണെങ്കിലും മകനെയാണെങ്കിലും വിളിക്കുന്നത് എന്നുണ്ടെങ്കിലും നാരായണ എന്നുള്ള നാമം അദ്ദേഹത്തിൻ്റെ നാവിൽ വന്നു. അപ്പോൾ ഇതിൽ നിന്നുള്ളൊരു ലെസൺ എന്താണ്? ശീല വിജയധ്വജ തീർത്ഥ മഹാരാജിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന, ഈ ഒരു കമൻട്രിയിൽ നിന്ന് നമുക്ക് പഠിക്കുന്ന ലെസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ഓരോ ഭക്തിയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ഉണ്ട്. ആവശ്യ സമയത്ത് അത് ഉപകാരമാവുന്നുണ്ട്, ആവുകയും ചെയ്യും. ഇതിലൊരു വിശ്വാസക്കുറവും വേണ്ട, ഒരു തർക്കവുമില്ല. നമ്മൾ ചെയ്യുന്നത് ഇനി എന്ന് റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു വ്യാകുലത ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? പലവരും അങ്ങനെയും ചിന്തിക്കുന്നുണ്ടാവും. പലതവണ നേഹാഭിക്രമനാശോസ്തി പ്രത്യവയോന വിദ്യതേ സ്വല്പം അഭ്യസ്യ ധർമ്മസ്യൊക്കെ നമ്മൾ പറയും. പക്ഷേ സംശയമാണ് പലപ്പോഴും. എന്താ സംശയം? ഇതൊക്കെ വർക്കാവോ? ഇത്രയും കാലമായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ.
ഈ ചെയ്യുന്ന സമയമൊക്കെ കാര്യം പലവരും നമ്മളെ നിരുത്സാഹപ്പെടുത്താനും ചുറ്റും ആളുകളുണ്ട്. ഓ എന്തായി നിങ്ങൾ ഇത്രയും കാലം ഇതെല്ലാം ഉപേക്ഷിച്ച്, അതായത് സിനിമയ്ക്ക് പോകുന്നില്ല, വേറെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നില്ല, ഒന്നുമില്ല, എന്ത് പറഞ്ഞാലും സത്സംഗമാണ്, നാമമാണ്, കീർത്തനം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി. എന്നിട്ട് എന്ത് സംഭവിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ? കണ്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വന്നത്? എന്നാൽ ഇതേ സമയത്ത് നിങ്ങൾ എന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത്രയും സമാധാനം ഉണ്ടായേനെ. നിങ്ങൾ അത്രയും കുറച്ചെങ്കിലും എൻജോയ്മെൻറ്റ് ചെയ്തു, അതിനുശേഷം പ്രശ്നം വന്നെങ്കിൽ നിങ്ങൾക്ക് സമാധാനിക്കുമായിരുന്നു. ഇപ്പോൾ അവസ്ഥ എന്താണ്? നല്ല സമയം കളയുകയും ചെയ്തു, അവസാനം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയാനും ആളുകളുണ്ടാവും. പക്ഷെ നമ്മൾ ഓർക്കണം, ഭക്തിയുത സേവനങ്ങൾ ഒരിക്കലും നഷ്ടം വരുന്നില്ല, ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല. തെക്വാ സ്വധർമ്മം ചരണാംബുജം ഹരേ ഭജന്ന പക്വോ. ഭാഗവത്തിലൊരു ശ്ലോകം വരുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട് നമ്മൾ വർണ്ണാശ്രമധർമ്മം വളരെ ഭംഗിയായിട്ട്, അതായത് നമ്മൾ നമ്മുടെ നോർമൽ കർമ്മം, അതായത് ചിലപ്പോൾ ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ആളായിരിക്കും, കമ്പനിയുടെ CEO ആയിരിക്കും, ചെയർമാൻ ആയിരിക്കും, മാനേജിങ് ഡയറക്ടർ ആയിരിക്കും, ഒരുപാട് ആളുകൾ ഫേമസ് ആയിരിക്കും നമ്മൾ. അപ്പോൾ ഭൗതിക തലത്തിൽ നോക്കുമ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിരിക്കും. പക്ഷെ എന്താണ് പ്രയോജനം? ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഭക്തി ഇല്ലെങ്കിൽ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞിട്ടും, ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടും, ലോകത്തിലെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള സിനിമാ നടനാണെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. അവർ ചെയ്യുന്നതെല്ലാം വെറും വേസ്റ്റാണ്. ഭാഗവതം പറയുന്നു, ഒരു പ്രയോജനവും ഇല്ല എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കാരണവശാൽ അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല. നേരെ മറിച്ച് ഒരുപാട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള ആളായി മാറിയിട്ട് എന്താണ് പ്രയോജനം എന്നാണ് ഭാഗവതം ചോദിക്കുന്നത്. അപ്പോൾ ഭക്തി ഇല്ലെങ്കിൽ 0 ആണ് മനുഷ്യരെല്ലാവരും. ആ ഭക്തിയാണ് മനുഷ്യനെ മനുഷ്യനെന്ന് വിളിക്കാൻ പോലും നമുക്ക് യോഗ്യത തരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല. ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വെറും മൃഗങ്ങളെ പോലെയാണ്. 2 കാലുള്ള മൃഗങ്ങൾ, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഭക്തിയുത സേവനങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴും ഓർക്കേണ്ടതാണ്. കാര്യം ഇനി നമുക്കൊരു ടേണിംഗ് ബാക്കില്ല. ഇനി നമുക്കിനി തിരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ വന്ന വഴി കഴിഞ്ഞു. വന്ന വഴി നമുക്ക് നല്ലവണ്ണം അറിയാം, അറ്റ്ലീസ്റ്റ് ഈ ജന്മത്തിൽ. ഇനി അങ്ങോട്ട് തിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞു, നമ്മൾ അത്രയും മുന്നോട്ട് വന്നു, ഇനി തിരിച്ചു പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി കൂടുതൽ സ്പീഡിലാണ് മുന്നോട്ട് പോകേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഈ സത്സംഗങ്ങളൊക്കെ ഉള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ശാസ്ത്രങ്ങളും ഭാഗവതവും ഒക്കെ ഭഗവാൻ തന്നെ തന്നിട്ടുള്ളത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അപ്പം അതുകൊണ്ട് ഒരേ ലീലയാണെങ്കിലും ഒരേ കഥയാണെങ്കിലും റിപ്പീറ്റഡ്ലി നമ്മൾ കേൾക്കുമ്പോൾ ആക്ച്വലി നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവുന്നുണ്ട്. നമ്മൾ വിചാരിക്കും അജാമിളുടെ കഥയൊക്കെ കുറേ കേട്ടിട്ടുണ്ട്, പക്ഷേ കേട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ കഥ കേൾക്കുക, എത്ര കഥ നമുക്കറിയാം എന്നുള്ളതിനല്ല മാർക്ക് വരുന്നത്. ഈ കഥകളിലും ഈ ലീലകളിലും ഉള്ള ചരിത്രങ്ങളിലുമുള്ള കാര്യങ്ങൾ എത്രമാത്രം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കയറിയിട്ടുണ്ട്, എത്രമാത്രം ഇതിൽ പറഞ്ഞിട്ടുള്ള പാഠങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, അവിടെയാണ് പോയിന്റ് ഇരിക്കുന്നത്. അപ്പോൾ അജാമിളുടെ സ്റ്റോറി അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നതും. ആക്ച്വലി ഞാൻ ഈ ഒരു സെക്ഷൻ എടുത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം വിചാരിച്ചു ഏത് ഭാഗമാണ് അല്ലെങ്കിൽ ഏത് ലീലയാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നാമത്തിൻ്റെ മഹാത്മ്യമാണ് അജാമിളുടെ സ്റ്റോറിയിൽ പറയുന്നത് എന്നുണ്ടെങ്കിലും ഇതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യമുണ്ട്. നമ്മളെ പലതും ഓർമ്മിപ്പിക്കാനുണ്ട്. നമ്മൾ ഇനിയും കുറേ കാര്യങ്ങൾ ഓർക്കാനുണ്ട്. നാമത്തിൻ്റെ മഹാത്മ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, മഹാത്മ്യം കേട്ടിട്ടുണ്ട്, നാമം ജപിക്കുന്നുണ്ട്. പക്ഷെ എത്ര ക്വാളിറ്റിയോട് കൂടിയിട്ട് നമ്മൾ ജപിക്കുന്നുണ്ട്? അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു പ്രതീക്ഷയുണ്ട് അജാമിളുടെ സ്റ്റോറിയിൽ. അതായത് അജാമിളൻ്റെ അവസ്ഥയിലും അജാമിളന് ഭഗവാന്റെ നാമം കൊണ്ട് ഭഗവാനെ ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ ദർശനവും ഉണ്ടാവും, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് നമുക്ക് എത്തുവാനും സാധിക്കും എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക്
വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ, അതായത് അജാമിളൻ നിസ്സഹായാവസ്ഥയിൽ അദ്ദേഹം ഭഗവാന്റെ നാമം ജപിച്ചു. എനിക്കങ്ങനെ സാധിക്കുന്നില്ലല്ലോ. കാര്യം നമുക്ക് നിസ്സഹായാവസ്ഥയിൽ നമ്മൾ വിളിക്കുന്നില്ല, നമ്മൾ ആങ്സൈറ്റിയോട് കൂടിയിട്ടല്ല വിളിക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ചുറ്റുമുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട്, ഒന്നിനും ഒരു കുറവില്ല. സമയത്തിന് ഭക്ഷണം കഴിക്കുന്നു, കറണ്ട് ഉണ്ട്, വെള്ളമുണ്ട്, വായുവുണ്ട്, ചുറ്റും ആളുകളുണ്ട്, ഇൻ്റർനെറ്റുണ്ട്, സൂമുണ്ട്, എല്ലാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, എല്ലാം ഉണ്ട് നമ്മുടെ മുമ്പിൽ. കൂട്ടത്തിൽ ടി വി ഉണ്ട്, സിനിമയുണ്ട്, അത് വേറെ പ്രശ്നം. എല്ലാം ഉണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു നിസ്സഹായാവസ്ഥ വരുന്നില്ല. ഒന്നുമില്ലാതെ ആവുമ്പോഴാണ് വേറെ ആരുടെ അടുത്തേക്കും ഒന്നുമില്ലാതെ ആരുമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇവരെല്ലാവരും ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ട് തിരിയുന്നതും ഭഗവാന് ആ നിസ്സഹായാവസ്ഥ അവർക്ക് വരുന്നതും അവരെ വിളിക്കുന്നതും. ഇപ്പം ഗജേന്ദ്രൻ്റെ കാര്യം നോക്കൂ. ഗജേന്ദ്രൻ്റെ കൂട്ടുകാരും വീട്ടുകാരും എല്ലാം ഉപേക്ഷിച്ചു അദ്ദേഹത്തെ. അദ്ദേഹം തനിയായിപ്പോയി, ഒറ്റയ്ക്കായിരുന്നു. ദ്രൗപദി ദേവിയുടെ അവസ്ഥ തന്നെ. ആർക്കും ഭർത്താക്കന്മാർക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല. ഭീഷ്മ പിതാമഹനും വരിഷ്ഠരായിട്ടുള്ള ഭക്തർ ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ദ്രൗപദി ദേവി ഒറ്റയ്ക്കായിരുന്നു, ഗജേന്ദ്രൻ ഒറ്റയ്ക്കായിരുന്നു. അതേപോലെ ഇവിടെ അജാമിളനും ഒറ്റയ്ക്കായിരുന്നു. കാര്യം വേറെ ആരുമില്ല എന്ന് മനസ്സിലായി. പക്ഷെ ഗജേന്ദ്രനും ദ്രൗപദി ദേവിയും ഭഗവാനെ തന്നെയാണ് വിളിക്കുന്നത്. ഭഗവാനെ തന്നെ നേരിട്ട് വിളിക്കുന്നു. ഇവിടെ അജാമിളൻ ഭഗവാനെ പോലുമല്ല വിളിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു, ഇവരെ പോലെ വേറെ ആരുമില്ല. കാണുന്നത് അദ്ദേഹം മകനെ മാത്രം. മകൻ്റെ പേര് നാരായണൻ നായി എന്ന് മാത്രം. നാരായണൻ നായി, അത് അദ്ദേഹത്തിൻ്റെ മഹാസൗഭാഗ്യം. അപ്പോൾ അദ്ദേഹം വേറെ രക്ഷയില്ല എന്ന് കണ്ട് വിളിക്കുന്നു മകനെ. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് അല്ലാത്തത് ഈ ഒരു ആങ്സൈറ്റി ഇല്ല നമ്മുടെ ഭഗവാന്റെ നാമത്തിൽ, നമ്മൾ വിളിക്കുന്ന നാമത്തിൽ. അതുകൊണ്ടാണ് ശീലപ്രഭാജി പറയുന്നത്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ, ഒരു കുഞ്ഞ് അമ്മയെ വിളിക്കുന്നത് പോലെ, കരയുന്നത് പോലെ. ചില കുട്ടികളുണ്ടല്ലേ, കുട്ടികൾ എന്ത് കളിപ്പാട്ടം കൊടുത്തിട്ടും കാര്യമില്ല, എന്ത് മധുര പലഹാരം കൊടുത്തിട്ടും കാര്യമില്ല, ചില കരച്ചിലുണ്ട്. ചില കരച്ചിലിൽ അമ്മ വന്ന് നേരിട്ട് ആ കുട്ടിയെ കയ്യിലെടുത്താൽ മാത്രമേ കരച്ചിൽ നിൽക്കുകയുള്ളൂ. ചിലപ്പോൾ കരയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കളിപ്പാട്ടം കൊടുത്തും അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിൽ കൊടുക്കുമ്പോൾ അവർ ശ്രദ്ധ തിരിപ്പിക്കാൻ പറ്റും. ചില കരച്ചിലിൽ നടക്കില്ല അത്, അല്ലേ? ആ ചില കരച്ചിൽ എങ്ങനെയാണ്, അമ്മ വന്നാലേ മാറുള്ളൂ, അമ്മ വന്ന് എടുക്കണം. വിശന്നിട്ടൊന്നും ആയിരിക്കില്ല അമ്മയെ കാണാൻ വേണ്ടിയിട്ട്. ശീലപ്രഭാത് പറയുന്നു, അതേപോലെ ആയിരിക്കണം നമ്മൾ വിളിക്കേണ്ടതെന്നുള്ളത്. അതായത് നമ്മുടെ മുമ്പിൽ കളിപ്പാട്ടമായിട്ട് പല കാര്യങ്ങളും വരും. കളിപ്പാട്ടത്തിൻ്റെ രൂപത്തിൽ പല സുഖ സൗകര്യങ്ങൾ വരും, പല വ്യക്തികൾ വരും, അതായത് ഹനുമാൻ ലങ്കയിലേക്ക് ചാടുന്ന സമയത്ത് മൈനക പർവ്വതവും ഒരുപാട് സുഖ സൗകര്യങ്ങൾക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞു, റെസ്റ്റ് ചെയ്തോളൂ, പതുക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഇടയിൽ ഒരുപാട് ആളുകൾ വന്നു. പക്ഷേ അതിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തെ മാറ്റിവെച്ചില്ല. അദ്ദേഹം ഒരു നിമിഷം പോലും എവിടെയും ഇരുന്നില്ല, അല്ലേ? എത്രയും പെട്ടെന്ന് എൻ്റെ പ്രഭു പറഞ്ഞ കാര്യം എനിക്ക് ചെയ്യണം, എൻ്റെ പ്രഭുവിന് വേണ്ടി ഞാൻ സേവനം ചെയ്യണം, അത് ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യണം, ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടേ ഇനി എനിക്ക് ഊണും ഉറക്കമുള്ളൂ. അതായിരുന്നു ഹനുമാൻ്റെ ഭാവം. അതേപോലെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങൾ വരും മുമ്പിൽ. പ്രത്യേകിച്ചും ഭക്തരൊക്കെ ആവുമ്പോൾ നമുക്ക് പലവരും നമ്മളെ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, പലവരുടെയും മുമ്പിൽ നല്ല ഭക്തനാണെന്നുള്ളൊരു ഇമേജ് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് കിട്ടുന്നു. പലപ്പോഴും ചില ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ പലവരും ഇഷ്ടമായി എന്ന് പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് പേരും പ്രശസ്തിയൊക്കെ കുറച്ച് ആളുകളൊക്കെ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, അതൊരു എക്സാമ്പിൾ. അതേപോലെ പലതും നടക്കുന്നുണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പം ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ തടസ്സങ്ങളാണ്. നമ്മളത് ശരിയായിട്ടുള്ള ഭാവത്തിൽ ഇതിനെ കണ്ടില്ലെങ്കിൽ, ഇതൊക്കെ ഭഗവാന്റെ കാരുണ്യമാണെന്നും അതേപോലെ തന്നെ അതിൽ നമ്മൾ ക്രെഡിറ്റ് എടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ, എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഭക്തിയിൽ വന്നതിന് ശേഷം സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കണം, ഇതെല്ലാം ഭഗവാന്റെ ക്രെഡിറ്റാണ്, ഗുരുവിൻ്റെ ക്രെഡിറ്റാണ്. അതിൽ നമുക്ക് റോളൊന്നുമില്ല. നമ്മൾ റോൾ എടുക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന തടസ്സങ്ങളെ വാങ്ങുവാണ്. അതായത് അതെല്ലാം നമ്മുടെ ഭക്തിയുടെ തടസ്സങ്ങളായി മാറും, അല്ലാത്ത കാര്യങ്ങളായി മാറും. അങ്ങനെ വരുമ്പോഴാണ് ദൂരം കൂടുന്നത്. അപ്പോൾ
ഹനുമാൻ ചാടിയപ്പോൾ ഇതെല്ലാം വരുന്നു. ഹനുമാനെ പറഞ്ഞു കുറച്ച് റെസ്റ്റ് ചെയ്ത് പോയിക്കോളൂ. നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് മൈനക പർവ്വതം വരുന്നത്. പക്ഷെ ഹനുമാൻ പറഞ്ഞു എനിക്ക് സമയമില്ല, എനിക്ക് അവിടെ എത്തണം, എനിക്ക് സമയമില്ല ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ, അതല്ല എൻ്റെ ഉദ്ദേശം, അതിലെനിക്ക് താല്പര്യമില്ല, എനിക്ക് എൻ്റെ ബോസിന് വേണ്ടിയിട്ട് ഞാൻ സേവനം ചെയ്യണം, അത് എനിക്ക് ചെയ്യണം. അപ്പോൾ ലക്ഷ്യം നിശ്ചയദാർഢ്യമാണ് കാര്യം, അതിലാണ് മാർക്ക് വീഴുന്നത്. അല്ലാതെ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല, ചെയ്യുന്നത് ക്വാളിറ്റിയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു ഈ ചരിത്രങ്ങളൊക്കെ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ, അടുത്ത ആഴ്ചയിൽ ബാക്കിയുള്ള ശ്ലോകങ്ങൾ നോക്കാം. അപ്പോൾ ഈ ഒരു അജാമിളൻ്റെ സ്റ്റോറി കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ നമ്മൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഒരു സെക്ഷൻ നമുക്ക് ഭാഗവതത്തിൽ നിന്ന് പഠിക്കാം. എന്താണെന്നുള്ളത് ഇപ്പോൾ പറയുന്നില്ല. ഹരേ കൃഷ്ണ. താങ്ക് യു. ശ്രീമദ് ഭാഗവതം കി ജയ്. ഗ്രന്ഥര ശ്രീമദ് ഭാഗവതം കി ജയ്. ജഗദ്ഗുരു ശീല പ്രഭുപാദ് കി ജയ്. സമവേദ ഗൗര ഭക്തവൃന്ദ കി ജയ്. നിതായ ഗൗർ പ്രേമാനന്ദേ. ഹരി ഹരി. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ.